ഹായ് ഫോക്സ്. സോ നമുക്ക് ഈ വീക്കിൽ വന്ന കമന്റ്സിന്റെ ഡൗട്ട് സെക്ഷൻ ക്ലിയറിംഗ് ആണ്. സോ എനിക്കതിനകത്ത് നോട്ടീസബിൾ ആയിട്ട് വന്നൊരു കമന്റ് ആണ്, നമുക്കിപ്പം മൾട്ടിപ്പിൾ ആയിട്ടുള്ള ഫെയർ വാല്യൂ ഗ്യാപ്സ് വന്നാൽ നമ്മൾ അതിൽ ഏത് ചൂസ് ചെയ്യുമെന്ന്. സോ മൾട്ടിപ്പിൾ ഫെയർ വാല്യൂ ഗ്യാപ്സ് ഇങ്ങനെ വരുവാണെങ്കിൽ അതെല്ലാം മാർക്ക് ചെയ്തിട്ട് അതിന്റെ 50% നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇപ്പം 2 ഗ്യാപ്പാ വന്നിരിക്കുന്നെങ്കിൽ നിങ്ങൾക്ക് മൂന്ന് ഗ്യാപ്പാ വന്നിരിക്കുന്നെങ്കിൽ നിങ്ങൾക്ക് ഒന്നെങ്കിൽ റേഞ്ച് മെത്തേഡ് ചൂസ് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു എന്താ പറയാ രണ്ടാമത്തെ ഫെയർ വാല്യൂ ഗ്യാപ്പ് വരെ പ്രൈസ് വരും എന്ന് എക്സ്പെക്ട് ചെയ്യാം. ഓക്കെ, സോ ഗ്യാപ്പിന്റെ ഡൗട്ട് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. നമുക്ക് 2 ഗ്യാപ്സ് വന്നാൽ സെക്കൻഡ് ഗ്യാപ്പിൽ വരും, അല്ലെങ്കിൽ ആ ഒരു 2 ഗ്യാപ്പ് നമുക്കൊരു റേഞ്ച് ആക്കിയിട്ട് അതിന്റെ സെക്കൻഡ് ക്വാഡ്രന്റിൽ അല്ലെങ്കിൽ 50% താഴെ വരും. ഇപ്പൊ 3 ഗ്യാപ്സാ വന്നിരിക്കുന്നെങ്കിൽ നിങ്ങൾക്ക് ഒന്നെങ്കിൽ ഈ സെയിം പറഞ്ഞ റേഞ്ച് മെത്തേഡ് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് അതിന്റെ നടുക്കത്തെ 3 വന്നേക്കുന്നതിന്റെ നടുക്കത്തെ ഫെയർ വാല്യൂ ഗ്യാപ്പിൽ വരെ പ്രൈസ് വന്ന് റിട്രേസ് ആവും എന്ന് ഇത് ചെയ്യുന്നു. ഞാൻ ഈ പറയുന്നത് നമ്മുടെ ഹയർ ടൈം ഫ്രെയിംസിൽ ഫെയർ വാല്യൂ ഗ്യാപ്പിനെ കുറിച്ചാണ്. ലോവർ ടൈം ഫ്രെയിംസിൽ നിങ്ങളുടെ എൻട്രീസ് ഫെയർ വാല്യൂ ഗ്യാപ്സിനെ ബേസ് ചെയ്തിട്ടാണെങ്കിൽ ബാക്കിയുള്ള കണ്ടീഷൻസും സാറ്റിസ്ഫൈ ആയിരിക്കും, ലൈക്ക് ബാക്കിയുള്ള കണ്ടീഷൻസും നിങ്ങൾ നോക്കിയിട്ടാണ് FVG നോക്കുന്നതെന്ന് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നു. എനിക്ക് വന്ന വേറൊരു കമന്റ് ആണ്, ഇംബാലൻസും ഫെയർ വാല്യൂ ഗ്യാപ്സും ഒന്നല്ലേന്ന്. അതെ, ഇംബാലൻസും ഫെയർ വാല്യൂ ഗ്യാപ്സും സെയിം ആണ്. ഇംബാലൻസസ് എന്ന് പറഞ്ഞാൽ എവിടെ ഫോം ആവുന്ന, എവിടെ ഒരു ഗ്യാപ്പ് ഫോം ആയാലും നമ്മൾ ഇംബാലൻസ് എന്ന് വിളിക്കും. ഫെയർ വാല്യൂ ഗ്യാപ്പ് എന്ന് പറഞ്ഞാൽ ഒരു പ്രീമിയത്തിലോ ഡിസ്കൗണ്ടിലോ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഒരു ഫെയർ പ്രൈസിൽ ഉണ്ടാവുന്ന ഗ്യാപ്പിനാണ് നമ്മൾ ഫെയർ വാല്യൂ ഗ്യാപ്പ് എന്ന് വിളിക്കുന്നത്. അത് ഫെർദർ ക്ലാസിഫൈ ചെയ്ത് ഇപ്പം ബുള്ളിഷ് സൈഡിലാണെങ്കിൽ നമ്മൾ ബൈ സൈഡ് ഇംബാലൻസ്, സെൽ സൈഡ് ഇൻഎഫിഷ്യൻസി എന്ന് പറഞ്ഞ് ബിസി എന്ന് വിളിക്കുന്നു. ഇപ്പം സെൽ സൈഡ് ഓഫ് ദ കർവിലാണെങ്കിൽ നമ്മൾ സിബി എന്ന് വിളിക്കുന്നു. സെൽ സൈഡ് ഇംബാലൻസ്, ബൈ സൈഡ് ഇൻഎഫിഷ്യൻസി. ഓക്കെ, സോ ഇംബാലൻസിന്റെയും എന്താ പറയാ ഫെയർ വാല്യൂ ഗ്യാപ്പിന്റെയും ഡൗട്ട് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. മൂന്നാമത് നമ്മൾ റിജക്ഷൻ ബ്ലോക്കിന്റെ ഓപ്ഷൻ ഇത് പഠിപ്പിച്ചപ്പോൾ നമുക്ക് അവിടെ എക്സാമ്പിൾസ് കാണിക്കാമെന്ന് ചോദിച്ചു. നമ്മുടെ ലാസ്റ്റ് വീക്ക് നാസ്ഡാക്കിന്റെ പ്രൈസ് ആക്ഷനിൽ ഈ ഒരു ലിക്വിഡിറ്റി എടുത്തിട്ടില്ല, എടുക്കാതെ മാർക്കറ്റ് റിവേഴ്സ് ആയി. റിവേഴ്സൽ ടൈം 3 മണി 2:50 to 3:10. സോ ആ ടൈമിൽ ഇവിടെ നമുക്ക് റിജക്ഷൻ ബ്ലോക്കിൽ തട്ടിയിട്ടാണ് മാർക്കറ്റ് താഴെ പോയിരിക്കുന്നത്. അപ്പം ഞാൻ പറഞ്ഞിരുന്നത്, ഒരു മാർക്കറ്റ് റിജക്ഷൻ ബ്ലോക്കിൽ തട്ടുമ്പം അടുത്ത മാർക്കറ്റ് നമുക്കത് ലിക്വിഡിറ്റി ഗ്രാബ് ആണെന്ന് പറഞ്ഞു. എക്സാമ്പിൾ കാണിക്കാം. അടുത്ത മാർക്കറ്റ് നമ്മുടെ ലിക്വിഡിറ്റി ഗ്രാബ് ആണ് നടന്നിരിക്കുന്നത്. ഇത് ES ആണ്. ESന്റെ നാസ്ഡാക്കിന്റെ പ്രൈസ് ആക്ഷൻ സെയിം ആണ്. ഓക്കെ, ഒരെണ്ണത്തിൽ ലിക്വിഡിറ്റി ഗ്രാബും നടന്നു, ഒരെണ്ണത്തിൽ നമുക്ക് എന്താ പറയാ റിജക്ഷൻ ബ്ലോക്കും ആപ്ലിക്കബിൾ ആയി. സോ നിങ്ങൾക്ക് ഇതാണ് ഇപ്പം എന്റെ മുമ്പിലുള്ള ഒരു എക്സാമ്പിൾ അതാണ്. നിങ്ങൾക്ക് രണ്ടാമതൊരു എക്സാമ്പിൾ നോക്കണമെങ്കിൽ ഈ ഒരു ഏരിയ നോക്കാം. ഈ ഒരു ഏരിയയിൽ നമുക്ക് എന്താ പറയാ റിജക്ഷൻ ബ്ലോക്ക് ആണ്. വിക്കിന്റെ ഹാഫ് വന്നിരിക്കുന്നു, കളക്റ്റീവ് ഓഫ് 3 വിക്സിന്റെ ഹാഫ് വന്നിരിക്കുന്നു. നിങ്ങൾക്ക് വേറൊരു പെർസ്പെക്റ്റീവ് നോക്കുന്നവർക്ക് ഇതൊരു ഏഷ്യൻ ലോ ഗ്രാബ് ചെയ്തെന്ന് പറയാം. റിജക്ഷൻ ബ്ലോക്സ് നോക്കുന്നവർക്ക് റിജക്ഷൻ ബ്ലോക്സ് എന്ന് പറയാം. സോ ഇവിടെ നമുക്ക് ലിക്വിഡിറ്റി ഗ്രാബ്സ് നടന്നിട്ടില്ല. സോ റിജക്ഷൻ ബ്ലോക്കിന്റെ വിക്കിന്റെ 50% വന്നിട്ടാണ് തിരിഞ്ഞിരിക്കുന്നത്. പക്ഷെ ഒരു ലൈക്ക് ഇതൊരു ഡെയിലി റിജക്ഷൻ ബ്ലോക്കിന്റെ എക്സാമ്പിൾ ആണ്. ഒരു വെനസ്ഡേ റിജക്ഷൻ ബ്ലോക്ക് നമ്മുടെ ഫ്രൈഡേ ടാപ്പ് ചെയ്തിരിക്കുന്നു. അതേപോലെ നമ്മുടെ ESലാണെങ്കിൽ നമ്മുടെ എന്താ പറയാ വെനസ്ഡേയിലെ ലിക്വിഡിറ്റി ഫ്രൈഡേ എടുത്തിരിക്കുന്നു. അതേപോലെ ഞാൻ താഴെ കാണിച്ച എക്സാമ്പിൾ നമ്മുടെ ഈ നാസ്ഡാക്ക് ഏഷ്യന്റെ ലോ എടുത്തിരിക്കുന്നു, ഒരു ബ്ലോക്കിലേക്ക് ഇറങ്ങി വന്നു. അതേപോലെ ES പക്ഷെ അവിടം വരെ വന്നില്ല, ഏഷ്യന്റെ ലോ പോലും എടുത്തില്ല. സോ ഇങ്ങനെ ഈ റിജക്ഷൻ ബ്ലോക്സ് നമുക്ക് പ്രത്യേകിച്ച് പ്രൈസിനെ റിജക്ട് ചെയ്യുന്ന ഒരു ഏരിയ അല്ല. റിജക്ഷൻ ബ്ലോക്ക് ഒരു PDRA ആണ്. നമുക്കൊരു മുകളിലോട്ട് പോകുന്ന പ്രൈസിന് ഡിസ്കൗണ്ട് തരുന്ന ഒരു അറേ തന്നെയാണ്, എൻട്രീസ് തരുന്ന ഒരു ഏരിയ തന്നെയാണ്. സോ അത് നിങ്ങൾ മാർക്കറ്റിൽ ഒന്ന് വാച്ച് ചെയ്ത് സ്റ്റഡി ചെയ്യുക. ഇതാണ് റിജക്ഷൻ ബ്ലോക്സിന്റെ ലൈവ് എക്സാമ്പിൾസ്. എല്ലാ ദിവസവും റിജക്ഷൻ ബ്ലോക്സ് ഫോം ആവാറുണ്ട്, റിജക്ഷൻ ബ്ലോക്സിൽ റെസ്പെക്ടിങ് നടക്കാറുമുണ്ട്. ഓക്കെ, സോ ഇത് രണ്ടുമായിരുന്നു നമുക്ക് വന്നിരുന്ന ഒരു നോട്ടബിൾ ഡൗട്ട് എന്നുള്ള ഇതില്. പിന്നെ എന്നോട് ഗോൾഡ് നോക്കാൻ പറഞ്ഞിരുന്നു. ഗോൾഡില് പ്രത്യേകിച്ച് ഒരു പ്രശ്നം നടക്കുന്നവരെ ഗോൾഡിൽ ബുള്ളിഷ് ആണ്. പക്ഷെ ഞാനൊരു ന്യൂസ് കണ്ടിരുന്നു, എന്തോ സിൽവറിന് എന്തോ ഒരു ഇഷ്യൂ വരുന്നു. സോ നമുക്ക് മൺഡേ മാർക്കറ്റ് ഓപ്പണിംഗ് കഴിഞ്ഞതിന് ശേഷം ഗോൾഡ് സ്റ്റിൽ ബുള്ളിഷ് പെർസ്പെക്റ്റീവ് ഹോൾഡ് ചെയ്യുന്ന നോക്കാം. ഗോൾഡിന് ഇപ്പം ഏറ്റവും നിയറസ്റ്റ് ആയിട്ട് നമുക്ക് ഇവിടെ ഒരു ഗ്യാപ്പ് ഫോം ആയിട്ടുണ്ട്. അതില്ലാണ്ട് നമുക്ക് ആ ഒരു ഫ്രൈഡേയിലെ ലിക്വിഡിറ്റി ആണ് നിയറസ്റ്റ് ആയിട്ടുള്ള PDRA. അപ്പം ഗോൾഡിന്റെ സ്വഭാവം ഇച്ചിരി വൾഗർ ആയത് കൊണ്ട് നമുക്കൊരു എക്സാക്ട് പ്രഡിക്ഷൻ ഗോൾഡിൽ പറയാൻ പറ്റത്തില്ല. ഇപ്പൊ നമുക്ക് ഇവിടെ ഒരു ഈക്വൽ ലോസും ഫോം ആയിട്ടുണ്ട്. അപ്പൊ ഗോൾഡ് ഈ ഒരു ഗ്യാപ്പിനെ
റെസ്പെക്ട് ചെയ്ത് നിൽക്കുവാണെങ്കിൽ അവിടെ നമുക്ക് സ്മാർട്ട് മണി റിവേഴ്സൽസ് വരുവാണെങ്കിൽ ഇതായിരിക്കും ഗോൾഡിന്റെ അപ്രോച്ച്. അതേസമയം നമുക്ക് നമ്മുടെ ഗ്യാപ്പ് ബ്രേക്ക് ചെയ്തിട്ട് ഗ്യാപ്പ് സപ്പോർട്ടായിട്ട് യൂസ് ചെയ്ത് നമ്മുടെ ഈക്വൽ ലോസിലോട്ട് വരുവാണെങ്കിൽ അതിനും ചാൻസ് ഉണ്ട്. ഓക്കെ, സോ ഇതാണ് ഗോൾഡിന്റെ അനാലിസിസ് ഓവറോൾ. പിന്നെ യൂറോ USD ഞാൻ ഫോർകാസ്റ്റിംഗ് വീഡിയോ ഞാൻ റിലീസ് ചെയ്യാം. ഇതല്ല നമ്മുടെ വീക്ക്ലി ഫോർകാസ്റ്റിംഗ് വീഡിയോ. ഗോൾഡ് എന്നോട് ചെക്ക് ചെയ്യാൻ പറഞ്ഞിരുന്നു, അതുകൊണ്ടാണ് ഞാൻ ഗോൾഡിന്റെ ഇത് പറഞ്ഞത്. സോ റിജക്ഷൻ ബ്ലോക്ക്, അതേപോലെ നമ്മുടെ ഫെയർ വാല്യൂ ഗ്യാപ്സിന്റെ ഡൗട്ട്, അതേപോലെ നമുക്ക് വേറൊരു ക്വസ്റ്റ്യൻ വന്നിരുന്നു. പക്ഷെ ആ ഒരു ക്വസ്റ്റ്യൻ എനിക്ക് മനസ്സിലായിട്ടില്ല. ട്രൂത്ത് സീക്കർ എന്ന് പറഞ്ഞിട്ട് ഒരു ഐഡിയിൽ നിന്നാണ് നമുക്കൊരു ഡൗട്ട് വന്നിരുന്നത്. 1 hour ഫെയർ വാല്യൂ ഗ്യാപ്പ് 830 ക്യാൻഡിൽ വിക്ക് ഡാമേജ് ചെയ്തു. എനിക്ക് ആ ഒരു ക്വസ്റ്റ്യൻ മനസ്സിലായിട്ടില്ല. അപ്പം നമ്മൾ ടെലഗ്രാം ഗ്രൂപ്പ് തുടങ്ങിയിട്ടുണ്ട്. വേണമെങ്കിൽ ടെലഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തിട്ട് നമുക്ക് അവിടെ ഒരു വോയിസ് ആയിട്ട് ചോദിക്കാം. നമ്മളത് ഗ്രൂപ്പിൽ തന്നെ നമുക്ക് അഡ്രസ് ചെയ്യാവുന്നതാണ്. പിന്നെ എൻ്റെ മിക്ക അനാലിസിസും സ്റ്റാർട്ട് ചെയ്യുന്ന ടൈം ഫ്രെയിം 1 hour ആണ്. ഞാൻ ഡെയിലിയിൽ നിന്നാണ് തുടങ്ങുന്നത്. സോ ഒരു മിനിറ്റ്, ഞാൻ ഡെയിലി ചാർട്ട് കാണിച്ചു തരാം. ഓക്കെ, ഞാൻ ഡെയിലി ചാർട്ടിൽ നിന്നാണ് തുടങ്ങുന്നത്. അപ്പം ഡെയിലി ചാർട്ടിൽ ഈ ഒരു അനാലിസിസ് നമ്മൾ ടെലഗ്രാം ഗ്രൂപ്പിൽ നിന്ന് മോർണിംഗ് ഷെയർ ചെയ്തായിരുന്നു. നമ്മുടെ S&P ES പ്രീവിയസ് ഇയറിന്റെ ഹൈ എടുത്തു, നമ്മുടെ നാസ്ഡാക്ക് പ്രീവിയസ് ഇയറിന്റെ ഹൈ എടുത്തില്ല. അതൊരു ഇയർലി SMT ആണ്. പ്രൈസിന്റെ കറന്റ്ലി നടക്കുന്ന ജിയോ പൊളിറ്റിക്കൽ ഇഷ്യൂസും നമ്മുടെ പ്രൈസിന്റെ ഈ ഒരു SMT ഫോർമേഷനും വെച്ചിട്ട് നമുക്ക് നോക്കാം പ്രൈസിന്റെ നമുക്ക് നെക്സ്റ്റ് ഒരു മാർക്കറ്റ് ക്രാഷ് ആണോ എന്നുള്ള രീതിയിൽ നമുക്ക് നോക്കാം. നമുക്ക് മാർക്കറ്റ്സിന്റെ പ്രൈസ് എങ്ങനെ നോക്കിയിട്ട് നമുക്ക് പ്രഡിക്ഷൻസ് നടത്താം. സോ എനിക്ക് ആ ഒരു ക്വസ്റ്റ്യൻ മനസ്സിലായില്ല, ഒരു 830 ഫെയർ വാല്യൂ ഗ്യാപ്പിനെ കുറിച്ചുള്ള ചോദിച്ചൊരു ക്വസ്റ്റ്യൻ. സോ അതൊന്നും കൂടെ ഒന്ന് ക്ലിയർ ചെയ്താൽ കൊള്ളാം. പിന്നെ നമുക്ക് ചോദിച്ചത് നമ്മുടെ ഏത് ഫണ്ടഡ് അക്കൗണ്ട്സ് എന്നൊക്കെ ഉള്ള രീതിയിലാണ്. സോ ഞാൻ പ്രത്യേകിച്ച് പ്രോപ്പ് ഫോംസിനെ പ്രൊമോട്ട് ചെയ്യുന്നില്ല. ഞാൻ ഒരു പ്രോപ്പ് ഫോമുമായിട്ട് അഫിലിയേറ്റഡും അല്ല, അസോസിയേറ്റഡും അല്ല. സോ എനിക്ക് അങ്ങനെ ആരെയും പ്രോപ്പ് ഫോം നടത്തുന്ന ആരെയും പേഴ്സണലി അറിയത്തതുമില്ല. ഞാൻ അങ്ങനെ സംസാരിച്ചിട്ടുള്ളവരൊന്നും എനിക്ക് അത്ര ട്രസ്റ്റബിൾ ആയിട്ട് ഫീൽ ചെയ്തിട്ടുമില്ലായിരുന്നു. സോ നിങ്ങൾക്ക് ഏതാണോ അഫോർഡബിൾ ആയിട്ടും ചീപ്പായിട്ടും ഫീൽ ചെയ്യുന്നത്, നിങ്ങൾക്ക് ഏതാണോ ഒരു റിസ്ക് ഓഫ് ആയിട്ട് ഫീൽ ചെയ്യുന്നത്, നിങ്ങൾക്ക് ആ ഒരു പ്രോപ്പ് ഫോം വെച്ച് മുന്നോട്ട് പോകാവുന്നതാണ്. ഫ്യൂച്ചേഴ്സ് മാർക്കറ്റിൽ എന്താ പറയാ, ട്രാഡോ വെയിറ്റും നിഞ്ച ട്രേഡറും ഒക്കെ സെറ്റപ്പ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഹെൽപ്പ് വേണമെങ്കിൽ അതിന്റെ വീഡിയോസ് നമ്മൾ റിലീസ് ചെയ്യാം. അതേപോലെ ഇപ്പം സി ട്രേഡർ, മാച്ച് ട്രേഡർ, MT5, MT4, അതേപോലെ DX ട്രേഡർ, ഈ ഉള്ള ആപ്ലിക്കേഷൻസ് ഒക്കെ ഉപയോഗിക്കാനായിട്ടുള്ള എന്തെങ്കിലും ഡൗട്ട്സോ ക്വസ്റ്റ്യൻസോ ക്ലാരിഫൈങ് കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നമ്മൾ ക്ലിയർ ചെയ്യാം. അതിനെക്കുറിച്ച് പ്രത്യേകിച്ച് നമുക്ക് ക്വസ്റ്റ്യൻസ് വന്നിട്ടില്ല. സോ അപ്പം ആസ് ഓഫ് നൗ നമുക്ക് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസും ഡൗട്ടും ഇത്രേ ഉള്ളൂ. അതേപോലെ തന്നെ നമ്മുടെ ഫോറക്സ് മെന്റർഷിപ്പ് കണ്ടിന്യൂ ആയിക്കൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ നമ്മുടെ ഫ്യൂച്ചേഴ്സ് മെന്റർഷിപ്പ് റെസ്യൂം ചെയ്യുന്നതായിരിക്കും. നിങ്ങൾ ഒരുപാട് പേര് എനിക്ക് മെസ്സേജ് അയക്കുന്നുണ്ട്, ഒരുപാട് പേര് എനിക്ക് ലൈക്ക് കമന്റ്സ് ഇടുന്നുണ്ട്. നിങ്ങൾ ട്രേഡ്സ് എടുക്കുന്നു, നിങ്ങളുടെ ട്രേഡ്സ് ഇംപ്രൂവ് ആവുന്നു, നിങ്ങൾക്ക് പുതിയ നോളജ് ഗെയിൻ ചെയ്യാൻ പറ്റുന്നു എന്നൊക്കെ. വെരി ഗുഡ്. സോ ഇനിയും നമ്മൾ സ്പെസിഫിക് യൂണീക്ക് ആയിട്ടുള്ള കണ്ടന്റ്സ് ഇനിയും നമ്മൾ റിലീസ് ചെയ്യും. നിങ്ങളപ്പം ചാനൽ അപ്ഡേറ്റഡ് ആയിട്ട് വാച്ച് ചെയ്യുക. സോ until then, be safe, trade safe. Bye folks.